ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രശ്നത്തിലെ സിസ്റ്റേഴ്സിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. NSS പ്രവർത്തകരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മാധ്യമ പ്രവർത്തകരെ സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റും ഇപ്പോഴത്തെ മെമ്പറുമായ ശ്രീമതി നയന ബിജു ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച എത്രയും പ്രിയങ്കരിയായ അങ്ങനെ നമ്മുടെ വിവിധ മേഖലകളിൽ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും വളരെ അഭിമാനത്തോടുകൂടിയാണ് ഈ വേദി നിൽക്കുന്നത്. കഴിഞ്ഞ 2020 മുതൽ 2025 വരെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എന്തെല്ലാം വികസനങ്ങൾ നടത്തി, എന്തെല്ലാം പോരായ്മയുണ്ട്, ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിനുമായാണ് ഗവൺമെന്റ് വികസന സദസ് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തിലും 5 വർഷക്കാലം കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ നടത്തി എന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ കയറിയ സമയത്ത് തന്നെ ദൈവഭവൻ പദ്ധതി നമ്മുടെ സ്വപ്ന പദ്ധതിയായതുകൊണ്ട് സംസ്ഥാന സർക്കാരും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒന്നിച്ച് നിന്നപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തില് 160 വീടുകൾ വെച്ചുകൊണ്ടുവരാൻ സാധിക്കും. അതിൽ ഏതാണ്ട് സുഖമായിട്ട് വരുത്തിക്ക് സഹോദരിമാരെ ആരും എടുത്തു പറയുന്നില്ല. അങ്ങനെ അവരുടെ സഹകരണം ഈ 5 വർഷക്കാലം ആശാപ്രവർത്തകരും അതുപോലെ എല്ലാവരും നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വലിയ വാക്കുകൾ അവസാനിക്കുന്നു. നമസ്കാരം. നമ്മുടെ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്കുണ്ട്, അതായത് 2020-2025 കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഏകദേശ രൂപം അദ്ദേഹം പ്രദർശിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തുക, അവർ ബ്ലോക്ക് പഞ്ചായത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള തുക, സർവോപരി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്ത് നേരിട്ട് നടത്തുന്ന പദ്ധതികളെ സംബന്ധിച്ചൊക്കെ ഏതാണ്ട് നമ്മുടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെയാണ്. ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്ത എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ജനകീയ സദസ്സുകൾ വികസന സഭകളിൽ ഒരു വലിയ സംതൃപ്തി ഗവൺമെന്റിനും നമുക്കൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ആ മേഖലയിൽ നടത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ 120-ലേറെ വീടുകൾ ഈ പഞ്ചായത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ 97 വീടുകൾ പൂർത്തീകരിക്കപ്പെട്ടതായി പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധിയായ റോഡുകൾ, ഒട്ടനവധി റോഡുകൾ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹകരണത്തോടുകൂടി ഇവിടെ അതൊന്നിച്ച് കയറ്റിവിട്ട് അത് സംസ്കരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആ രംഗത്തുമൊക്കെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു സദസ്സ് നമ്മൾ രൂപീകരിച്ചത് എന്താ അർപ്പണമാണ്. നമ്മൾ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിറവേറ്റി ജനങ്ങൾക്ക് വീട് കൊടുക്കുക, പാവപ്പെട്ട
സിസ്റ്റേഴ്സ് ഉൾപ്പെടെ വേദിയിൽ സദസ്സിലിരിക്കുന്നവരുമായി നമുക്കറിയാം കഴിഞ്ഞ 5 വർഷം പഞ്ചായത്തുകളുടെ കാലാവധി തീരുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ആകത്തുക അവലോകനം ചെയ്യുന്ന ഒരു യോഗമാണ്. മുളക്കുളം ഗ്രാമപഞ്ചായത്തും കഴിഞ്ഞ 5 വർഷം വളരെ ഭംഗിയായി അതിന്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിലെ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തത് പഞ്ചായത്തുകളൊന്ന് മുളക്കുളം ഗ്രാമപഞ്ചായത്താണെന്ന് തോന്നുന്നു. ഏതാണ്ട് 4 കോടിയോളം രൂപ അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ഈ നിരന്തരം ഈ മുളക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ബഹുമാനപ്പെട്ട പിള്ളാച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരു കാര്യങ്ങളുടെ അതുപോലെ തന്നെ പാലക്കാട് സ്വയം ഈ വേദി അതുപോലെ സിസ്റ്റർ ബീന അടുത്തതായിട്ട് മുഖ്യവേദിയിൽ നിന്നും പ്രശസ്ത സേവനത്തിലുള്ള പോലീസുമാരെ ഏറ്റുകൊണ്ട് പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൃത്യമായി പറയുകയുണ്ടായി. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ 4 ഡിവിഷൻ മെമ്പർമാരുണ്ട്. 2 ഡിവിഷൻ മെമ്പർമാർ ഈ പഞ്ചായത്ത് ഫുള്ളായി. ഞങ്ങൾ 2 പേരും 9-ാം വാർഡ് കറിയാളത്തെയും 12-ാം വാർഡ് എന്നെ ഞാനും പ്രതിനിധീകരിച്ച് മുളക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിതിക്കുള്ളിൽ വരുന്ന ഫണ്ടുകൾ എല്ലാ പ്രദേശങ്ങളെയും കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം 11-ാം വാർഡാണ് മുളക്കുളം പഞ്ചായത്തിന്റെ ഞാൻ ഉൾപ്പെടുന്ന പ്രദേശത്ത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏകദേശം 1 കോടി 5 ലക്ഷം രൂപകൾക്ക് 5 ലക്ഷം രൂപയും 10 അത് എനിക്ക് ഉന്നതമാണ് കഴിഞ്ഞ ദിവസം കുടിവെള്ളത്തിൽ ഉണ്ടാകുന്നു. ഞാൻ അവരെ ആൾക്കാരും മറ്റുള്ള നാട്ടുകാരും ഇനിയുടെ അടുത്ത പ്രവർത്തനത്തിൽ ഒതുങ്ങുന്നില്ല. അതുപോലെ 9-ാം വാർഡ് നവീകരിച്ച് നല്ല പ്രവർത്തനം കാഴ്ചവെക്കും. നമ്മുടെ നാട്ടിൽ ഓരോ പ്രദേശത്തെയും വികസന ഭാഗതയെ നിർണ്ണയിക്കാൻ അധികാരം അതാത് പ്രദേശത്തെ ജനങ്ങൾ കൈമാറും. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, വൈദ്യുതി, കുടിവെള്ളം, മാലിന്യമുക്ത പരിസരം, വിദ്യാഭ്യാസം ഇതിന്റെ പ്രധാന ലക്ഷ്യം. സാമ്പത്തിക വിജയം, നാടൻ വ്യവസായം,
ഇവിടെ ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് പോയി നമുക്ക് മുളകുളം പഞ്ചായത്തിന്റെ എല്ലാ നന്മകളും നമുക്ക് ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ സമയത്തിന് കുറവുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിവിടെ ആദ്യം നമ്മുടെ നായ്ക്കളുടെ ശല്യം, പട്ടിശല്യത്തെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഹിന്ദുസ്ഥാൻ മുസ്ലിമിന്റെ KPP ആയതിനു ശേഷം വലിയ രീതിയിലുള്ള സ്ഥലം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ തൊട്ടയൽ പഞ്ചായത്തായ വെല്ലുവിളിയുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു ABC സെന്റർ കൃത്യമായിട്ട് അവിടെ ഫോം ചെയ്ത് അവിടെ ഒരു ക്ലിനിക്ക് തന്നെ അവിടെ വെറുതെ കിടക്കണം. അവിടെ നമുക്കൊരു ABC സെന്റർ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതല്ലെങ്കിൽ ഡോഗ് ഷെൽട്ടർ അവിടെ തുടങ്ങാവുന്നത് സ്കൂളിൽ അടുത്തത് NSS യൂണിറ്റ് ഡെവലപ്മെന്റ്. EMS അടുത്തത്